തെരഞ്ഞെടുപ്പ് അടുത്താൽ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായി കയറി ഇറങ്ങാത്ത സ്ഥലങ്ങൾ ഇല്ല. എറണാകുളത്ത് TJ വിനോദിന്റെ പ്രചാരണത്തിനായി എത്തിയ രമേശ് ചെന്നിത്തല പ്രചാരണത്തിന്റെ ഭാഗമായി മീൻ കടയിലും എത്തി. മീനുകൾ എല്ലാം നോക്കിയ ചെന്നിത്തല ഇതിൽ തിരുത എവിടെ എന്ന് ചോദിച്ചത് KV തോമസിന് എതിരായ ഒളിയമ്പു കൂടിയായിരുന്നു. ഇതിൽ വലിയ തോതിൽ ഈ വിഷയം വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ KV തോമസ് അതിന് മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് തന്നെ അങ്ങനെ വിളിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു എന്നതിൽ തനിക്ക് ഒരു അപമാനവും തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നേരത്തെയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി വോട്ട് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നൊക്കെ വളർന്നു വന്ന ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ തനിക്കതിൽ ഒരു പരിഭവവുമില്ല, അതിനെ അങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് എതിർപ്പില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൂടി ഒന്ന് കേൾക്കാം. അവരെയാണല്ലോ അപമാനിച്ചത്, എന്നെ എല്ലാം അപമാനിച്ചിരിക്കുന്നത്. ഞാൻ ഒരു KV തോമസ്, ഒരു മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ഇന്നലെ രമേശ് അപമാനിച്ചത് തന്നെയല്ല, മത്സ്യത്തൊഴിലാളികളാണ്. കേരളത്തിന്റെ കാവൽക്കാരായ മത്സ്യത്തൊഴിലാളികളെയാണ് രമേശ് അപമാനിച്ചത്. ഇത് കോൺഗ്രസിന്റെ പൊതുവെ സ്വഭാവമായിട്ട് മാറിയിരിക്കുക. രമേശിനൊപ്പം നിന്ന് നേതാക്കന്മാരുണ്ടല്ലോ, പേരൊന്നും പറയുന്നില്ല, അവരും ചിരിച്ച് ആർത്തരിച്ച് ആ ചിരി മത്സ്യത്തൊഴിലാളിയുടെ മുഖത്ത് നോക്കി ചിരിക്കുക. അതിനുള്ള മറുപടി മത്സ്യത്തൊഴിലാളി കൊടുക്കും. തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. സ്വാഭാവികമായും ഇത്തരം ചില പ്രതികരണങ്ങളും ട്രോളുകളും ഒക്കെ ഇപ്പോൾ ഒരു പൊതുവെ രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്ന രീതിയാണ്. പക്ഷേ അതിലേറ്റവും കൗതുകകരമെന്നത് ഇതേ KV തോമസ് UDFന്റെ ഭാഗമായിരുന്ന സമയത്തൊക്കെ രാഷ്ട്രീയ എതിരാളികളാണ് ഈ തിരുത എന്ന പ്രയോഗമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ KV തോമസ് ഇടതുമുന്നണിയുടെ ഭാഗമായപ്പോൾ പഴയ സഹപ്രവർത്തകരാണ് ഈ തരത്തിൽ പ്രയോഗിക്കുന്നത് എന്നതാണ്. ഒരു പക്ഷേ അതൊക്കെ കോൺഗ്രസിനകത്ത് KV തോമസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അവർ അടക്കം പറഞ്ഞിരുന്നതാണ് എന്ന് വേണം. എന്തായാലും ഇപ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കോൺഗ്രസിലെ ഈ തിരുത പ്രയോഗത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് എന്ന് നമുക്കറിയാം. അത് രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്നു, കോൺഗ്രസിലുള്ളവർ അടക്കം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഒരു പഴയ കോൺഗ്രസ് പ്രവർത്തകനെ കുറിച്ച് രമേശ് ചെന്നിത്തല തന്നെയാണ് തിരുത എവിടെ എന്ന് ചോദിക്കുന്നത്. ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് വേണമെങ്കിലൊക്കെ പറയാമെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിനൊരു പ്രാധാന്യമുണ്ടല്ലോ ഡാനി. അഭിലാഷ, നമുക്കറിയാം ഈ ഒരു പ്രയോഗം, ഈ പ്രത്യേകം തിരുത മത്സ്യം എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും അത് KV തോമസിനോട് ചേർത്ത് വയ്ക്കുന്ന സന്ദർഭങ്ങൾ ആവശ്യത്തിനും അല്ലാതെയും എല്ലാം തന്നെ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം കോൺഗ്രസിൽ ഊട്ടിയുറപ്പിക്കുന്നത് ഈ തിരുത മത്സ്യം നേതാക്കൾക്ക് നൽകിക്കൊണ്ടാണ് എന്നൊരു പറച്ചിൽ പോലും ഉണ്ടായിട്ടുണ്ട്. കൊച്ചി കായലിൽ സമൃദ്ധമായ ഈ തിരുത മത്സ്യങ്ങൾ അദ്ദേഹം നേതാക്കൾക്ക് നൽകിക്കൊണ്ടാണ് തൻ്റെ ഒരു അധികാര സ്ഥാനങ്ങൾ അദ്ദേഹം ഉറപ്പിച്ചു നിർത്തിയതെന്നൊരു പറച്ചിൽ കോൺഗ്രസ്സുകാർക്കിടയിലുള്ളതാണ്. അതുകൊണ്ട് അന്ന് അത് രാഷ്ട്രീയ പ്രതിയോഗികളായിരുന്നു, എതിർസ്ഥാനത്തായിരുന്നു, ഇടതുപക്ഷമായിരുന്നു, വ്യാപകമായ ഈ രീതിയിലെല്ലാം തന്നെ പറഞ്ഞു പോരുകയും കോൺഗ്രസ്സുകാർ ഉറപ്പായും തന്നെ അത് രഹസ്യമായും അവർക്കിടയിൽ പറഞ്ഞ് ചിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലത്തിനിപ്പുറം ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്, ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായി മാറുമ്പോൾ അന്ന് അദ്ദേഹം കോൺഗ്രസിൽ നകന്നുകൊണ്ട് നിന്ന ആ തീരുമാനങ്ങളിൽ അന്ന് ആദ്യമായി ഈ തോപ്പുംപടിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കെല്ലാം ആദ്യമായി കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമ്പോൾ അന്നും ഈ തിരുത മത്സ്യവുമായിട്ടാണ് മാർച്ച് നടത്തിയത്. നമ്മളുടെ ആർക്കൈവ്സിലെല്ലാം തന്നെ ഒരുപക്ഷെ അതുകൊണ്ട് ആ വിഷ്വൽസ് ഉണ്ടാകും. അന്ന് മാർച്ച് നടത്തുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അത് പരസ്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അക്കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നു എന്നതാണ്. ഇന്നലെ കൊച്ചിയിലെ കറുകപ്പള്ളിയിലെ മത്സ്യക്കടയിൽ അവിടെ TJ വിനോദിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു തന്ന രമേശ് ചെന്നിത്തല അദ്ദേഹമാണ്. മറ്റൊന്നും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. താനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. ഒരു മീനുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, വളരെ പ്രിയപ്പെട്ടൊരു മത്സ്യമുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ വളരെ കൃത്യമായുള്ള ഒരു ഒളിയമ്പ് തന്നെയാണെന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. ധൃതിയുണ്ടോ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞത് ഇവിടെയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ വലിയ രീതിയിലൊരു കൂട്ടച്ചിരിയിലേക്കെല്ലാം തന്നെ അത് മാറുകയും ചെയ്തു. ഇന്ന് അതിന് മറുപടിയായി കെ.വി. തോമസ് വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് വളരെ കൃത്യമായി ഇത് എന്നെ ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന രീതിയിൽ തന്നെയാണ് കെ.വി. തോമസ് വന്നത്. അദ്ദേഹം ഒരൽപ്പം വൈകാരികത കൂടി അതിനൊപ്പം തന്നെ കലർത്തിയിട്ടുണ്ട്. നേരത്തെയും അദ്ദേഹം ഇത്തരം വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ അദ്ദേഹം എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ട്രോളുകളിലൂടെ വളരുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് കാണുന്നത് എന്നത് ഈ ഒരു കാലത്തിൻ്റെ ഒരു കൗതുകമായിരിക്കാം. അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് പലപ്പോഴും പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി ഒരു വൈകാര തലത്തിലുള്ള ഒരു പ്രതികരണം, ഒരുപക്ഷെ ഇലക്ഷൻ കാലമായതുകൊണ്ടായിരിക്കാം ആ രീതിയിലേക്ക് അദ്ദേഹം പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കാം. കാരണം ഒരു മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കൂടി അദ്ദേഹം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ആ ഉത്തരം നൽകിയത്. അതിനൊരു രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ആ ഒരു ഉദ്ദേശവും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇതൊരു എന്നെ കളിയാക്കിക്കോളൂ, മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കൂടിയാണ് ചേർത്ത് നിർത്തി, എന്നെ തല്ലിക്കോളൂ, മറ്റുള്ളവരെ നിങ്ങൾ തല്ലരുത് എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിലായിരുന്നു ആ ഒരു പ്രയോഗം എന്നത്. അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെ കൂടിയാണ് അപമാനിച്ചതെന്ന രീതിയിലാണ് പറഞ്ഞത്. അത് ഏത് രീതിയിൽ അപമാനിച്ചു എന്നതെല്ലാം തന്നെ അദ്ദേഹം തന്നെ വിവക്ഷിക്കേണ്ടി വരും. എന്തായാലും അങ്ങനെയൊരു കാര്യത്തിന് ഇന്നലെ നടത്തിയ ചെന്നിത്തലയുടെ പ്രയോഗത്തിന് ഇന്ന് കെ.വി. തോമസ് മറുപടിയുമായി എത്തുന്നു എന്നത് തന്നെയാണ് അതിലെ ഒരു കൗതുകം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു എന്തായാലും രാഷ്ട്രീയത്തിനിടയിലെ സൗഹൃദ സംഭാഷണങ്ങൾ നമ്മൾ കാണാറുണ്ട്, രാഷ്ട്രീയത്തിനിടയിലെ പോരുകൾ നമ്മൾ കാണാറുണ്ട്, ഒരേ ചേരിയിൽ നിന്നുകൊണ്ടുള്ള വിയോജിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളിലൊന്നായി തന്നെയാണ് ഇതിനെയും നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു രമേശ് ചെന്നിത്തല ഈ വോട്ടഭ്യർത്ഥനയുടെ ഭാഗമായി മീൻകടയിൽ എത്തുകയും അവിടെ തിരുതിയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തത്. അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ ഒളിയമ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് കെ.വി. തോമസ് ദീർഘകാലം കെ.വി. തോമസ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമായി നിന്നതാണ്. കേന്ദ്രമന്ത്രി മന്ത്രിസ്ഥാനം വരെ ലഭിച്ചിട്ടുള്ള ആൾ ആണ്. അങ്ങനെയുള്ള ആളാണ് കളം മാറി LDF-ലേക്ക് എത്തിയത്. അങ്ങനെ LDF വിട്ടുപോകുന്നവരെയൊക്കെ എങ്ങനെയാണ് സുധാകരനെ പോലെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചത്? അതൊക്കെ രാഷ്ട്രീയ ചെറ്റത്തരം എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരൻ കാലങ്ങളോളം ഇടതുമുന്നണിയുടെ ഭാഗമായി പാർട്ടി വിടുമ്പോൾ പറഞ്ഞത്. പക്ഷേ വലതുമുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗമായിരുന്ന കെ.വി. തോമസിനെ പോലെയുള്ളവരൊക്കെ എല്ലാ പദവികളും നേടിയതിനു ശേഷം വരുമ്പോഴും അവരെയൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ഡൽഹിയിലെ പ്രത്യേക പദവിയിലിരുത്തുകയും ഒക്കെ ചെയ്യുന്നു ഇടതുപക്ഷവും എന്നതാണ്. അതാണ് ഈ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയും കൗതുകവും എന്നതുകൂടിയാണ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.